ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷമാണ് ലോകരാജ്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് ഇതുവരെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോടുണ്ടായിരുന്ന മനോഭാവത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമേ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയൂവെന്നും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നിർമ്മിച്ച അയൺ ഡോമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമെന്നുമൊക്കെ കരുതിയിരുന്ന ഒരു ലോകത്ത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ട പ്രതിരോധ സംവിധാനങ്ങളെ പഴങ്കഥയാക്കിക്കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്നവയാണെന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഇന്ത്യയുടെ പുതിയ പ്രോജക്റ്റ് ലോകം കേൾക്കാൻ പോകുന്നത്. അതാണ് ഇന്ത്യയുടെ കുശ എന്ന് പറയുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം. എന്താണ് പ്രോജക്റ്റ് കുശ എന്ന് പറയുന്നത്? നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ഒരുപാട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അത് ആകാശ് മിസൈൽ സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ D4 ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളെയും അല്ലാതെയുള്ള ദീർഘദൂര മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന നമ്മൾ നിർമ്മിച്ചു വച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെല്ലാം പുറമെ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ S-400 പുറമെ ഇസ്രായേലും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ച ബരാക്ക് 8 പുറമെ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് കുശ. DRDOയുടെ ഏറ്റവും വമ്പൻ പ്രോജക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഇതിനെ കാണാം. വെറുമൊരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല ഇത്. റഷ്യയുടെ S-400 അതുപോലെ തന്നെ ഇസ്രയേലിന്റെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ മറികടക്കാൻ കഴിയുന്ന, അതിനും മുകളിൽ നിൽക്കുന്ന ഒരു മികച്ച പ്രതിരോധ സംവിധാനമാണ് പ്രോജക്റ്റ് കുശ എന്ന പേരിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വിധത്തിലുള്ള ഇന്റർസെപ്റ്റർ SAM ആണ് കുശയിൽ ഉപയോഗിക്കുക. അതായത് സർഫസ് ടു എയർ മിസൈൽ 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെയായിരിക്കും ഇവയുടെ പ്രഹര പരിധി എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മികച്ച രീതിയിലുള്ള പ്രകടനം ഇതിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ തന്നെ പൊതുവെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 350 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിയാനുള്ള വളരെ ശക്തിയേറിയ റഡാർ സംവിധാനങ്ങളാണ് ഇതിനുവേണ്ടി ഇന്ത്യ വികസിപ്പിച്ചത്. വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഇതിനെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കുശ ഇപ്പോൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2022 സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രോജക്റ്റ് കുശയുടെ വികസനത്തിന് അനുമതി നൽകിയത്. 2023 സെപ്റ്റംബറിൽ കുശയുടെ 5 സ്ക്വാഡ്രണുകൾ വാങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 21,700 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. നിലവിൽ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കുശയുടെ ഒരു മാതൃകയും ഇന്ത്യ പ്രദർശിപ്പിച്ചതാണ്. 2025 ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇതിന് കുശയിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും അടക്കം ഏതാണ്ട് എല്ലാ പ്രവർത്തികളും പൂർത്തിയായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രോജക്റ്റ് കുശയുടെ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ ആകാശത്തുണ്ടാവുന്ന ഭീഷണികളെ നേരിടുക എന്നത് മാത്രമല്ല, ഫ്യൂച്ചർ കൂടി കണ്ടുകൊണ്ടാണ് ഇത് ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കുശ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ആളില്ലാ യുദ്ധവിമാനങ്ങൾ, സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്നിങ്ങനെ എല്ലാത്തരം ആകാശത്തുണ്ടാകാനിടയുള്ള ഭീഷണികളും ഉൾപ്പെടുന്നുണ്ട്. ഇവയെ എല്ലാം തന്നെ തകർക്കാൻ പ്രോജക്റ്റ് കുശയ്ക്ക് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, ഹൈപ്പർസോണിക് മിസൈലുകളെയും ചിലപ്പോൾ നേരിടാൻ കഴിയുന്ന വിധത്തിലായിരിക്കാം ഈ പ്രോജക്റ്റ് ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇത് സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇപ്പോഴും ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. വളരെ കുറച്ച് ഡേറ്റകൾ മാത്രമാണ് നമുക്കറിയാൻ കഴിയുക. 250 കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിയാനും അല്ലെങ്കിൽ 350 ദൂരെ നിന്ന് തന്നെ നമ്മുടെ പരിധിയിൽ വരുന്ന ആക്രമണങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കും. വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു കവചമായി നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുവാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിക്കും. ഈ ഒരു പ്രതിരോധ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിരോധ സംവിധാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 350 കിലോമീറ്റർ ദൂരെ തന്നെ ഒരു എയർക്രാഫ്റ്റ് വന്നു എന്ന് കരുതുക. ഇതിന് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും ഫോളോ ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും ആക്രമിക്കാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് 80% മുകളിലാണ് ഇതിന്റെ കാര്യക്ഷമത. എന്നാൽ അതൊരു പക്ഷേ
90% മുകളിൽ തന്നെ എത്താൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 1,00,000-നെ ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ തകർക്കുവാനായിട്ട് ഇതിന് സാധിക്കും. ഒരേ സമയത്ത് 2 മിസൈലുകൾ 1,00,000-ത്തെ തകർക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ വിജയ സാധ്യത ഏതാണ്ട് 100%-നടുത്തേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. കുശയുടെ നാവിക പതിപ്പും വികസനത്തിന്റെ പാതയിലാണ്. പരമാവധി 250 കിലോമീറ്റർ ആയിരിക്കും നാവിക പതിപ്പിനുണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അതിർത്തികളെയും രാജ്യത്തിന്റെ അസറ്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതിന് പുറമെ നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ കൂടിയാകുമ്പോൾ ഇവയെല്ലാം ചേർത്ത് ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തിയ യുദ്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതെന്ന് നോക്കുക. അപ്പോൾ ഈ വിധത്തിൽ പാകിസ്ഥാൻ 1000-ഓളം ഡ്രോണുകൾ അയച്ചു, കണക്കില്ലാത്തത്ര മിസൈലുകൾ അയച്ചു. ഇവയെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് നിലവിലെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടാണ്. ആ കൂട്ടത്തിലേക്ക് പ്രോജക്റ്റ് കുശ കൂടി യാഥാർത്ഥ്യമായി എത്തുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും മികച്ചതായി മാറുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.